വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നത് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചാണ്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലസ് ക്യൂ ആണെങ്കിൽ മറ്റേത് മൈനസ് ക്യൂ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണിത്. ഒന്ന് പ്ലസ് 10 മൈക്രോ കുളമ്പ് ആണെങ്കിൽ മറ്റേത് -10 മൈക്രോ കുളമ്പ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഓക്കെ, ഓപ്പോസിറ്റ് നാച്ചുറാണ്, പ്ലസും മൈനസും ആണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ സ്മോൾ ആണ്. ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ 2a എന്നാണ് എടുക്കുക. 2a എന്ന് എടുത്താൽ മതി. സാധാരണ 2a എന്ന് എടുക്കുക. കാരണം നമുക്കിതിൻ്റെ മിക്കവാറും ഇതിൻ്റെ പകുതി മെഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യമേ 2a എന്ന് എടുത്തു വെച്ചാൽ പിന്നെ a എന്നിങ്ങനെ അങ്ങനെ എടുക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ 2a. രണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, സോ ഇത് മൊത്തത്തിലാണ് ഇതിൻ്റെ പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, ഇതിൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഡിനോട്ടഡ് ബൈ P. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ്. ഇതിലുള്ള ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ്, ഏതെങ്കിലും ഒന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു and the distance between two charges. 2a ആണ്. So q into 2a. This is called electric dipole moment. ഓക്കെ, ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും അവർ തമ്മിലുള്ള രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസും. ഓക്കെ, സോ ഇറ്റ്സ് SI യൂണിറ്റ് എന്ത് വരും? ചാർജിൻ്റെ യൂണിറ്റ് കുളമ്പ്, മറ്റേത് ഡിസ്റ്റൻസ് ആണ് മീറ്റർ. സോ ഇറ്റ് ഈസ് കുളമ്പ് മീറ്റർ. ഓക്കെ, ഡയമെൻഷണൽ ഫോമുല എന്ത് വരും? ചാർജിൻ്റെ ഡയമെൻഷൻ ഫോമുല നമ്മൾ മുന്നേ പറഞ്ഞതാണ് AT ആണ്. ആംബിയറിൻ്റെ ആണ് അല്ലേ ഇത്. ചാർജിൻ്റെ ഡയമെൻഷൻ ഫോമുല AT ആണ്. 2a എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷണൽ ഫോമുല L ആണ്. അപ്പോൾ ഇങ്ങനെ വരും. ഇനി ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ഡയറക്ഷൻ ഇറ്റ് ഈസ് ഫ്രം -q to +q. -q to +q ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ശ്രദ്ധിക്കണം, അത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഫ്രം -q to +q ആണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോളിനാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് വെച്ചാൽ q into 2a ആണ്. അതിൻ്റെ ഡയറക്ഷൻ -q നിന്ന് +q ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇടാം, നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ -q നിന്ന് +q. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയറിൻ്റെ 4 കോർണറിലായിട്ട് 4 ചാർജ്. ഇവിടെ ഒരു -q, +q, ഇവിടെ +q. ഈ സ്ക്വയറിൻ്റെ സൈഡ് A ആണ്. ഓക്കെ, ഇതിൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് കാണാൻ പറയാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഇത് +q. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ആർക്കാണ് ഉണ്ടാവുക? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവുക ഇലക്ട്രിക് ഡൈപോളിനാണ്. ഇത് +q എന്ന് പറഞ്ഞാൽ ഡൈപോൾ അല്ല. +q -q വന്നാലല്ലേ ഡൈപോൾ ആവും. അപ്പോൾ ഏതൊക്കെയാണ് ഡൈപോൾ? ഇത് -q +q ഇതൊരു ഡൈപോളാണ്. -q +q ഇതൊരു ഡൈപോളാണ്. -q +q ഇതൊരു ഡൈപോളാണ്. അപ്പോൾ 3 ഡൈപോളാണുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെ വരും? ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? -q നിന്ന് +q. ഫ്രം -q to +q ആണ്. ഇക്വേഷൻ എന്താണ്? q into 2a. പക്ഷേ ഇവിടെ ഇപ്പോൾ 2a ഇല്ലല്ലോ, a അല്ലേ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് q into a ആണ്. 2a ഇല്ല, a ആണ് തന്നത്. q into a ആണ് ഡൈപോൾ മൊമെൻറ്റ്. അതിൻ്റെ ഡയറക്ഷൻ -q to +q ആണ്. ഇതൊരു ഡൈപോളാണ്. ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എത്ര വരും? ഇതും വരിക -q നിന്ന് +q. q into a വരും. ഡിസ്റ്റൻസ് a ആണല്ലോ, q into a വരും. ഇനിയൊന്നും കൂടിയുണ്ട്, ഒരു ഡൈപോൾ ഇങ്ങനെ വരുന്നുണ്ട്, അത് നമുക്ക് പറയാം.
അവിടെ നിൽക്കട്ടെ. ഈ രണ്ടെണ്ണത്തിൻ്റെ ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ആണ്. സോ ഈ രണ്ടെണ്ണത്തിൽ ഇതും ക്യു എ ഇതും ക്യു എ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെ വരും? പാരലോഗ്രാം ലോ വഴി റിസൾട്ടൻ്റ് വരിക ആംഗിൾ 90 വന്നാൽ എങ്ങനെ വരിക? റൂട്ട് ഓഫ് ക്യു എ സ്ക്വയർ പ്ലസ് ക്യു എ സ്ക്വയർ. ആംഗിൾ 90 വന്നാൽ അങ്ങനെയാണല്ലോ റിസൾട്ടൻ്റ്. അത് ചെയ്താൽ ആംഗിൾ 90 വന്നാൽ ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. അങ്ങനെ ആണെങ്കിൽ റൂട്ട് 2 ക്യു എ എന്നാണ് വരിക. ആംഗിൾ 90 വന്നാൽ റിസൾട്ടൻ്റ് വരിക, ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ് റൂട്ട് ഓഫ് ക്യു എ സ്ക്വയർ പ്ലസ് ക്യു എ സ്ക്വയർ. ഓക്കെ, അത് ചെയ്താൽ റൂട്ട് 2 ക്യു എ ആണ് കിട്ടുക, ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ്. കഴിഞ്ഞിട്ടില്ല, ഈ രണ്ട് ഡൈപോൾ മൊമെൻറ്റിൻ്റെ റിസൾട്ടൻ്റ് ആയി. പിന്നെ ഇങ്ങനെ ഒരു ഡൈപോൾ ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു ഡൈപോൾ മൊമെൻറ്റ് കൂടി വേറെ വരും. മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്ക്, മൈനസ് ക്യൂ നിന്ന് പ്ലസ് ക്യൂവിലേക്ക്. ഈ ഡൈപോളിൻ്റെ ഇത് നമ്മൾ നേരത്തെ കണ്ടത് ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ് ആണ്. അതുകൂടാതെ ഈ ഡൈപോളിൻ്റെ ഇങ്ങനെ ഒരു ഡൈപോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വരും. സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് റൂട്ട് 2a ആണ്. സ്ക്വയറിൻ്റെ ഡയഗണൽ റൂട്ട് 2a ആണ്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് എത്ര വരും? ഡൈപോൾ മൊമെൻറ്റ് മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്ക്. അപ്പോൾ ക്യൂ ഇൻറ്റു ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെയാണ്? ക്യൂ ഇൻറ്റു ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് റൂട്ട് 2a ആണ്. ഡിസ്റ്റൻസ് റൂട്ട് 2a ആണ് വരിക. അപ്പോൾ അങ്ങനെ ഒരു ഡൈപോൾ മൊമെൻറ്റും കൂടി വരും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ് ഇങ്ങനെയുണ്ട്. അതുകൂടാതെ ഒരു ഡൈപോൾ മൊമെൻറ്റ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരേ ഡയറക്ഷനിലാണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടൻറ്റും ഈ മൂന്നാമത്തെ ഈ ഡൈപോൾ മൊമെൻറ്റും ഒരേ ഡയറക്ഷനിലാണ്. ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നേരിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻറ്റ് എത്ര വരും? ഇതിന് രണ്ടിൻ്റെ റിസൾട്ടൻ്റ് റൂട്ട് 2 ക്യു എ ആണ്, പ്ലസ് പിന്നെ മൂന്നാമത്തെ ഈ ഡൈപോൾ മൊമെൻറ്റും കൂടി വരുന്നുണ്ട്. അത് എത്രയാണ്? അതും റൂട്ട് 2 ക്യു എ തന്നെയാണ്. റൂട്ട് 2 ക്യു എ തന്നെയാണ്. റൂട്ട് 2 ക്യു എ തന്നെയാണ്. ഓക്കെ, സോ 2 റൂട്ട് 2 ക്യു എ വരും. ഇതായിരിക്കും ഈ സിസ്റ്റത്തിൻ്റെ റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻറ്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, യെസ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ഇറ്റ്സ് ആക്സിയൽ ലൈൻ. ഒരു ഇലക്ട്രിക് ഡൈപോള് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് അറ്റ് എ പോയിന്റ് ഓൺ ആക്സിയൽ ലൈൻ. ഓക്കെ, ഈ ഡെറിവേഷൻസ് ഒക്കെ ബോർഡ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഡൈപോൾ എന്ന് പറയുമ്പോൾ മൈനസ് ക്യൂ പ്ലസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. ഇതാണ് ഡൈപോൾ. ഇവർ നമ്മളെ ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ 2a എന്നാണ് എടുക്കുന്നത്. ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്യൂ ഇൻറ്റു 2a ആയിരുന്നു ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ് ചാർജുകളാണുള്ളത് ഡൈപോൾ എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ചോദിച്ചത്. അതായത് ആക്സിയൽ ലൈൻ, ഇതിൻ്റെ നേരെ വരക്കുന്ന, ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വരക്കുന്ന ലൈനാണ് ആക്സിയൽ ലൈൻ. ഇതാണ് ആക്സിയൽ ലൈൻ. അത് അങ്ങോട്ട് വരക്കാം, ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതാണ് ആക്സിയൽ ലൈൻ. ഈ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് വിചാരിക്കുക, ഒരു O എന്നുള്ളൊരു പോയിന്റ് വിചാരിച്ചോളൂ. നമ്മൾ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. അവിടെ പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അത് രണ്ടും കണ്ടിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു പോയിന്റിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിൻ്റെയും കൂടിയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, സോ ഇതിൻ്റെ ഡൈപോളിൻ്റെ സെൻറ്റർ മുതൽ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ 6 എടുത്തു. സെൻറ്റർ മുതൽ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 6 എടുത്തു. അപ്പോൾ ഇത് ടോട്ടൽ 2a ആയിരുന്നല്ലോ, ഇത് 6 എടുത്തു. അപ്പോൾ ഇത് a ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി, ഇത് r മൈനസ് a ആയിരിക്കും. ഇത് a അല്ലേ, ഇതിൻ്റെ പകുതി a ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് r മൈനസ് a ആയിരിക്കും. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ വരെ 6ഉം വരും, ഇത് ഒരു എയും വരും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് r പ്ലസ് a വരും. ഓക്കെ, സോ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് മാർക്ക് ചെയ്തോളൂ. പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെയുണ്ട്. പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എവേ ആയിരിക്കും. പോസിറ്റീവ് ചാർജ് അല്ലേ, പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവേ ആയിരിക്കും. പ്ലസ് ക്യൂവിൻ്റെതാണ് E1. ഈ പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും അവിടെ കൂടുതൽ. കാരണം ഈ ചാർജ് ഇതിൻ്റെ അടുത്തുള്ള പോയിന്റ് അല്ലേ, അടുത്തുള്ള പോയിന്റ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. മൈനസ് ക്യൂവിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് കൂടുതലല്ലേ, അതുകൊണ്ട് മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ കുറവായിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ പ്ലസ് ക്യൂവിൻ്റെ അടുത്തുള്ള പോയിന്റ് ആയത് പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും കൂടുതൽ. ഇനി മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് വരിക? മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വരിക മൈനസ് ക്യൂവിൻ്റെ അടുത്തേക്ക്, നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് വരിക E2. ഇതിൽ കൂടുതൽ ഏത് ഇലക്ട്രിക് ഫീൽഡാണ്?
പ്ലസ് ക്യൂവിൻ്റെ അടുത്തുള്ള പോയിന്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ E1 ആണ് കൂടുതൽ. ഓക്കെ, പിന്നെ E1 അപ്പോൾ രണ്ടും ക്യാൻസൽ ആവില്ല, E1 ആണ് കൂടുതൽ. അപ്പോൾ പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ E1. സോ E1 ഇക്വേഷൻ എന്താ വരിക? E1 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് പ്ലസ് ക്യൂ ആണ്. പ്ലസ് ക്യൂ കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് R-A ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ 1/4πε0 Q/r². Q ബൈ ഡിസ്റ്റൻസ് R-A ആണ്. അപ്പോൾ 1/4πε0 Q ബൈ ഡിസ്റ്റൻസ് R-A ആണ്. സോ R-A² വരും. ഇനി മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് R+A ആണ്. സോ മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് E2 എന്നാണല്ലോ, E2 ആണല്ലോ. അപ്പോൾ 1/4πε0 ഇക്വേഷൻ എഴുതുമ്പോൾ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. Q ബൈ പ്ലസ് ക്യൂ മൈനസ് ക്യൂവിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് R+A ആണ്. സോ Q ബൈ R+A² വരും. ഇത് മൈനസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, ഇത് പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. കൂടുതൽ പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ്, ഞാൻ പറഞ്ഞു നിയർ പോയിന്റ് ആയതുകൊണ്ട്. സോ പ്ലസ് ക്യൂവിൻ്റെതായിരുന്നല്ലോ E1 ആണ് കൂടുതൽ. സോ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇവിടെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചല്ലോ, E1 E2 പ്ലസ് ക്യൂവിൻ്റെതും മൈനസ് ക്യൂവിൻ്റെതും മാർക്ക് ചെയ്ത് വെച്ചല്ലോ. ഇങ്ങനെ ഈ പോയിന്റിൽ ഇങ്ങനെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഒരു പോയിന്റിൽ ഉണ്ടാവുക റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒറ്റ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. ആ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ് അവിടെ ഉണ്ടാവുക. ഇനി റിസൾട്ടൻ്റ് കാണുമ്പോൾ ഇതിൽ രണ്ടും ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് മൈനസ് ചെയ്യണം. വലുത് E1 ആണ്, പ്ലസ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് വലുത്. അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ E1 മൈനസ് E2 എടുക്കണം. ഓക്കെ, ആ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഏതാണോ വലുത് അങ്ങോട്ടായിരിക്കും. ആരാ വലുത്? E1 ആണ് വലുത്. പ്ലസ് ക്യൂവിൻ്റെതല്ലേ വലുത്, അതിൻ്റെ അടുത്തായതുകൊണ്ട്. അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക വലുതിൻ്റെ ഡയറക്ഷനിലായിരിക്കും. എന്നാൽ E1 ആണ് വലുത്, അപ്പോൾ E1ൻ്റെ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒറ്റ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് O. റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാം. അതിനെ ഞാൻ ഈ ആക്സിയൽ എന്ന് വിളിക്കുന്നു. ആക്സിയൽ ലൈൻ ആയതുകൊണ്ട് ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ, അതുകൊണ്ട് ഈ ആക്സിയൽ എന്ന് വിളിക്കുന്നു. അത് കാണാൻ E1 ആയിരുന്നു വലുത്, അപ്പോൾ E1 മൈനസ് E2. സോ 1/4πε0 Q ബൈ R-A² മൈനസ് 1/4πε0 Q ബൈ R+A² വരും. സോ വി ക്യാൻ ടേക്ക് 1/4πε0 Q വി ക്യാൻ ടേക്ക് ഔട്ട്സൈഡ്. 1/R-A² മൈനസ് 1/R+A². സോ ഈ ആക്സിയൽ അവിടെയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ ആക്സിയലിക്കൽ 1/4πε0 Q ഇൻറ്റു ഇത് ചെയ്താൽ R+A² വരും. ഇതങ്ങോട്ട് പോയാലും മൈനസ് R-A² വരും. ഡിനോമിനേറ്ററിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന് രണ്ടിനും സ്ക്വയർ ഉണ്ട്. R+A ഇൻറ്റു R-A, A+B ഇൻറ്റു A-B, A+B ഇൻറ്റു A-B, A² മൈനസ് B² എന്ന് പറഞ്ഞാൽ R+A ഇൻറ്റു R-A എന്ന് വെച്ചാൽ R² മൈനസ് A², A² മൈനസ് B² കഴിഞ്ഞിട്ടില്ല. അതിന് രണ്ടിനും പിന്നെ ഒരു ഹോൾ സ്ക്വയർ കൊണ്ട് വരുന്നുണ്ട്. ഇതും മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ R² മൈനസ് A², അതിൻ്റെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട്, രണ്ടിനും ഒരു ഹോൾ സ്ക്വയർ വരും. സോ ഈ ആക്സിയൽ അവിടെയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു ഇത് A+B ഹോൾ സ്ക്വയർ വെച്ച് ചെയ്യുക. സോ R² പ്ലസ് 2RA പ്ലസ് A² വരും മൈനസ് ബ്രാക്കറ്റ് ഇത് A-B ഹോൾ സ്ക്വയർ. സോ R² മൈനസ് 2RA പ്ലസ് A² A-B ഹോൾ സ്ക്വയർ വെച്ച് ചെയ്തു. ഡിനോമിനേറ്ററിൽ R² മൈനസ് A² ഹോൾ സ്ക്വയർ. സോ ഇത് ചെയ്യുമ്പോൾ ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഇത് മൈനസ് R² ആവും. അപ്പോൾ R² മൈനസ് R² പോകും. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഇത് മൈനസ് A² ആവും, മൈനസ് A². സോ A² പോകും. ഇത് മൈനസ് മൈനസ് പ്ലസ് ആവും, പ്ലസ് 2RA ആവും. സോ ഈ ആക്സിയൽ ഈക്വൽ ടു ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു 2RA പ്ലസ് 2RA വരും, എന്നാൽ 4RA വരും, ഡിവൈഡ് ബൈ R² മൈനസ് A² ഹോൾ സ്ക്വയർ വരും. നമ്മൾ നേരത്തെ ഒരു ഡൈപോൾ മൊമെൻറ്റ് പഠിച്ചു. ഡൈപോൾ മൊമെൻറ്റ് എന്ന് വെച്ചാൽ Q ഇൻറ്റു 2A ആണ്.
ഡൈപോൾ മൊമെൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് Q ഇൻറ്റു 2a ആണ്. സോ അതിനെ ഇതിലേക്ക് എങ്ങനെ കൊണ്ടുവരും? 1/4πε0 Q ഇൻറ്റു 4RA ആണല്ലോ. 4RAനെ നമുക്ക് 2a ഇൻറ്റു 2r എന്ന് എഴുതാം. 2a ഇൻറ്റു 2r 2a ഇൻറ്റു 2r എഴുതാം. അപ്പോൾ ഇതിൽ Q ഇൻറ്റു 2a എന്ന് വെച്ചാൽ P ആണ്, ഡൈപോൾ മൊമെൻ്റ് ആണ്. ഡിവൈഡ് ബൈ r² മൈനസ് a² ഹോൾ സ്ക്വയർ വരും. Q ഇൻറ്റു 2a എന്ന് വെച്ചാൽ P ആണ്. ദർഫോർ ഈ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q ഇൻറ്റു 2a ഈസ് P. സോ ഇത് P ഇൻറ്റു 2r ബൈ r² മൈനസ് a² ഹോൾ സ്ക്വയർ ആയി. ഇതാണ് ആക്സിയൽ ലൈനിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ. ഓക്കെ, ഇനി ഒരു ഡൈപോളിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഡൈപോളിൻ്റെ ഡെഫിനിഷൻ എന്താണ്? +Q - Q സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് സ്മോൾ ആണ്. നമ്മൾ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടത്. ഈ പോയിന്റിൽ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് ആണല്ലോ, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡല്ലേ കണ്ടത് നമ്മൾ ഓലുള്ള. ഓലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ 6. അപ്പോൾ ഈ O എന്ന് പറയുന്ന പോയിന്റ് കുറച്ചുകൂടി അങ്ങോട്ടാണെങ്കിലോ? ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് അവസാനിച്ചില്ല, ഇങ്ങനെ പോവല്ലേ. അപ്പോൾ ഈ O എന്നുള്ള പോയിന്റ് കുറച്ചുകൂടി അങ്ങോട്ടാണെങ്കിലോ? ഓലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ 6. അപ്പോൾ ഇത് കുറച്ചുകൂടി അങ്ങോട്ടാണെങ്കിൽ 6 കൂടുമല്ലോ. അപ്പോൾ 6 എത്ര വേണമെങ്കിലും കൂടാലോ. O എന്നുള്ള പോയിന്റ് കുറേ അങ്ങോട്ടാണെങ്കിലോ 6 എത്ര വേണമെങ്കിലും കൂടാലോ. സോ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്, ലെറ്റ് R വെരി വെരി ഗ്രേറ്റർ ദാൻ A. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതിയാണ്. R വളരെ കൂടുതലും A വളരെ കുറവും. അങ്ങനെയാണ് നമുക്ക് ഇതിൽ Aനെ നെഗ്ലക്റ്റ് ചെയ്യാം. Aനെ നെഗ്ലക്റ്റ് ചെയ്താൽ ഇത് r² ഹോൾ സ്ക്വയർ വരും. r² ഹോൾ സ്ക്വയർ r⁴ ആവും. r⁴ ആയി കഴിഞ്ഞാൽ ഒരാറും 6 കട്ട് ചെയ്ത ഡിനോമിനേറ്ററിൽ r³ വരും. അങ്ങനെയാണെങ്കിൽ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും? ഈ ആക്സിയൽ 1/4πε0 Aനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2p വരും. 2p ബൈ ഒരു 6 കട്ട് ചെയ്ത് r⁴ ഉണ്ടല്ലോ ഡിനോമിനേറ്ററിൽ. അപ്പം ഒരു 6 കട്ട് ചെയ്താൽ ബാക്കി r³ ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ 1/4πε0 2p ബൈ r³ വരും. 2p ബൈ r³ വരും. ഓക്കെ, സോ ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³ ആണ് അല്ലേ. ഡൈപോളിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³ ആണ് ഇൻ ദ കേസ് ഓഫ് ഡൈപോൾ. Pൻ്റെ പേര് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. നമ്മൾ മുന്നേ പഠിച്ചു, ഒരു പോയിന്റ് ചാർജ് വെച്ചാൽ ജസ്റ്റ് ഒരു സിംഗിൾ ചാർജ്. ഡൈപോളിൻ്റെ കേസിൽ ഇങ്ങനെ ആവാൻ കാരണം എന്താ? ഡൈപോളിൽ 2 ചാർജ് ഉണ്ട്. അപ്പോൾ 2 ചാർജിൻ്റെയും ഫീൽഡ് ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് ഫീൽഡ് നമ്മൾ ചെയ്ത് ഒരു സിംഗിൾ പോയിന്റ് ചാർജ് ആണെങ്കിൽ r ഡിസ്റ്റൻസ് അകലെ ഫീൽഡ് എത്രയാണ്? ഫീൽഡ് 1/4πε0 Q ബൈ r² ആണ്. അപ്പോൾ ഈ ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ് അല്ലേ. സോ പോയിന്റ് ചാർജിൻ്റെ കേസിൽ ജസ്റ്റ് ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. പക്ഷേ ഡൈപോളിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³ ആണ് ഡൈപോളിൻ്റെ കേസിൽ. ഓക്കെ, സോ നമ്മളിവിടെ വേറൊരു പോയിന്റ് പറയാനുള്ളത്, ഇവിടെ നമ്മൾ പഠിച്ചു ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഡൈപോൾ മൊമെൻറ്റ് P ഉണ്ടല്ലോ, Pൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? Pൻ്റെ ഡയറക്ഷൻ -Q ടു +Q ആയിരുന്നു അല്ലേ. -Qൽ നിന്ന് +Qയിലേക്കായിരുന്നു Pൻ്റെ ഡയറക്ഷൻ. പിന്നെ ഇവിടെയുള്ള റിസൾട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് E1 E2. E1 ആരതായിരുന്നു? +Qൻ്റെ അതായിരുന്നു വലുതില്ല. ഇത് +Qൻ്റെ അടുത്തായതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നല്ലോ കൂടുതൽ. E1 ആയിരുന്നല്ലോ കൂടുതൽ. അപ്പോൾ അവിടെയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നല്ലോ ഈ ആക്സിയൽ. അത് നമ്മൾ കണ്ടുപിടിച്ച എങ്ങനെയാ? E1 - E2. E1 വലുതായതുകൊണ്ട് E1 - E2 ആണല്ലോ എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ 2 ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഉണ്ടാവുക റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. ആ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ് ഈ ആക്സിയൽ. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിലേതാണോ വലുത് അങ്ങോട്ടായിരിക്കും. ഇതിൽ വലുത് E1 ആയിരുന്നു. അപ്പോൾ E1ൻ്റെ ഡയറക്ഷൻ ഇതാണ്. E1ൻ്റെ ഡയറക്ഷനിലായിരിക്കും, അതായിരുന്നു വലുത്. E1ൻ്റെ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ആ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു ഈ ആക്സിയൽ. ആണ്. അത് ഉണ്ടാവുക E1ൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ആക്സിയൽ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ അവിടെ ഉണ്ടാവൂ. അത് വലുതിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ആക്സിയൽ അവിടെയുള്ള
റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ ആക്സിലും അത് അങ്ങോട്ടേക്കാണ് പി നോക്ക്. അപ്പോൾ പി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇതാ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? -q to +q. ഓക്കെ. പിന്നെ അവിടെയുള്ള റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ ആക്സിലും അങ്ങോട്ട് തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും ആക്സിയൽ ലൈനിലുള്ള റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡും ഇതും ഒരേ ഡയറക്ഷനാണ്. എന്ന് വെച്ചാൽ ആക്സിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷനിലാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക ആക്സിയൽ ലൈനിൽ. അപ്പോൾ ഇത് രണ്ട് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഇതും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രിയല്ലേ വരിക. ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ ലൈനും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി വരും. 0 ഡിഗ്രി കാരണം ഇവർ രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട്. അപ്പോൾ മെയിനായിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ആക്സിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷൻ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എങ്ങനെയാണ്? ഫ്രം -q to +q. ഇതിന്റെ അതേ ഡയറക്ഷനിലാണ് ആക്സിയൽ ലൈനിലുള്ള റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, യെസ്. അടുത്തത് അറ്റ് എ പോയിന്റ് ഓൺ ഇറ്റ്സ് ഇക്വിറ്റോറിയൽ ലൈൻ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? -q +q. ഡൈപോളിന്റെ കേസിൽ നമ്മൾ ഈ ഡിസ്റ്റൻസ് 2a എന്നാണ് എടുക്കുക. എന്താണ് ഇക്വിറ്റോറിയൽ ലൈൻ? ഇക്വിറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് വെച്ചാൽ ഇതിന്റെ സെൻട്രൽ പെർപെൻഡിക്കുലറായി വരക്കുന്ന ലൈനാണ് ഇക്വിറ്റോറിയൽ ലൈൻ. സെൻട്രൽ പെർപെൻഡിക്കുലർ താഴോട്ട് വരക്കെ, അതിലാണ് ഇക്വിറ്റോറിയൽ ലൈൻ. ഈ ഡിസ്റ്റൻസ് ഞാൻ 6 എടുത്തു. നമ്മൾ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്. ഞാനിത് +q ആയിട്ട് എടുക്കുന്നു, ഇത് -q. അങ്ങനെ എടുത്താലൊന്നുമില്ല, നോക്കാം. ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പോകുന്നത് ഇക്വിറ്റോറിയൽ ലൈനിൽ. ഈ ഡിസ്റ്റൻസ് ഞാൻ 6 എടുത്തു. അപ്പോൾ +qന്റെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡിസ്റ്റൻസ് എങ്ങനെ വരും? ഇത് 2a ആണ്. അപ്പോൾ ഇത് a. അപ്പോൾ ഈ ഡിസ്റ്റൻസ് √r² + a² വരും. ഓക്കെ. +qന്റെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടായിരിക്കും. അവിടെ +qന്റെ ഇലക്ട്രിക് ഫീൽഡ് +qവിൽ നിന്ന് എവേ ആയിരിക്കും, അങ്ങോട്ടായിരിക്കും. +qന്റെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ E1 എന്ന് വിളിച്ചു. E1 അത് ഈ +qവിൽ നിന്ന് എവേ ആണ്. E1 അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരിക? E1ന്റെ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് +q അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 q/r². അപ്പോൾ q/r². ഈ ഡിസ്റ്റൻസിന്റെ ഇതല്ലേ, ഇത് കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ഇത് കാരണം അവിടെ എന്ന് പറയുമ്പോൾ ഇതാണല്ലോ ഡിസ്റ്റൻസ്. അപ്പോൾ q/r², ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, q/√r² + a², ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ വരും. സോ ഇത് 1/4πε0 q/r² + a² വരും. ഈ +q കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ. ഇനി -qന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് വരിക? -qന്റെ ടുവേർഡ്സ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്കായിരിക്കും. ഈ ഡിസ്റ്റൻസും എത്ര തന്നെയാണ് വരിക? ഇത് 6ഉം ഇത് 7ഉം ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസും √r² + a² തന്നെയാണ് വരിക. സോ -q കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E2. -qന്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് വരിക? 1/4πε0 q, മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി, q/r². ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് അങ്ങ് പോകും. അപ്പോൾ അഗൈൻ ഇത് തന്നെ വരും, r² + a² വരും. ഓക്കെ, റെഡി. അപ്പോൾ രണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, സെയിം ആവണേ ഡയറക്ഷൻ കൂടി സെയിം ആവണം. പക്ഷേ ഈ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് അല്ലേ, ഇതിൻ്റെ ഈ +qന്റെ ഇലക്ട്രിക് ഫീൽഡും -qന്റെ ഇലക്ട്രിക് ഫീൽഡും ഒരേ ഇക്വേഷനാണ് വരുന്നത്. മാഗ്നിറ്റ്യൂഡ് രണ്ടിനും സെയിം ആണ്. സോ E1ന്റെ മാഗ്നിറ്റ്യൂഡും E2ന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. ഓക്കെ, രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. വേണമെങ്കിൽ E എന്ന് എടുക്കാം. മാഗ്നിറ്റ്യൂഡ് രണ്ടിനും സെയിം ആണ്. ഇനി അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ഇലക്ട്രിക് ഫീൽഡ് വന്നു, E1 വന്നു, E2 വന്നു. നമുക്കറിയാം രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഉണ്ടാവില്ല, ഒറ്റ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അത് എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഈ ആംഗിൾ θ എടുത്തു. സോ ഈ ആംഗിൾ θ ആയിരിക്കും. അങ്ങനെയാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടലായിട്ടൊരു ലൈൻ വരച്ചാൽ ആ ലൈന് ഇതിൻ്റെ രണ്ടിൻ്റെയും E1ൻ്റെയും E2ൻ്റെയും കറക്റ്റ് മിഡിലായിരിക്കും അല്ലേ ഈ ലൈന് വരിക. സോ ഈ ആംഗിൾ θ ആണെങ്കിൽ ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി θ.
അങ്ങനെയാണ് ഇതും തീറ്റ ആയിരിക്കും. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ E1നെ ഈ ആംഗിൾ തീറ്റ ആണല്ലോ വരുന്നത്. E1നെ രണ്ട് കമ്പോണൻ്റ് ആക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് E1 കോസ് തീറ്റ വരും, ഈ സൈഡിലേക്ക് E1 സൈൻ തീറ്റ വരും. E2നെ കമ്പോണൻ്റ് ആക്കുമ്പോൾ ഒരു കമ്പോണൻ്റ് ഇങ്ങോട്ട് വരും, E2 കോസ് തീറ്റ. E2 കോസ് തീറ്റ വരും. ഒരു കമ്പോണൻ്റ് E2നെ ഇങ്ങനെയാണ് വരുന്നത്, അപ്പോൾ E2 കോസ് തീറ്റ താഴോട്ടാണ് വരും ഒരു കമ്പോണൻ്റ്, E2 സൈൻ തീറ്റ. E1ൻ്റെയും E2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. അപ്പോൾ ഇത് E സൈൻ തീറ്റ, ഇതും E സൈൻ തീറ്റയാണ്. സോ ബോത്ത് ആർ ഈക്വൽ, സോ ദേ വിൽ ക്യാൻസൽ. വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസലായി. പിന്നെ ഈ രണ്ട് കമ്പോണൻസേ ബാക്കിയുള്ളൂ, ഇത് ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്താൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയുള്ള റിസൾട്ടൻ്റ് ഇക്വറ്റോറിയൽ ലൈനിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. E1 കോസ് തീറ്റ പ്ലസ് E2 എന്തോ രണ്ടോ ആഡ് ചെയ്യുന്ന ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് മറ്റേത് ക്യാൻസൽ ആയല്ലോ, ബാക്കി ഇത് രണ്ടും ആണല്ലോ ഇട്ടു. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. സോ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് O, അത് ഇക്വറ്റോറിയൽ ലൈനിലായതുകൊണ്ട് ഞാൻ ഈ ഇക്വറ്റോറിയൽ എന്ന് വിളിക്കുന്നു. ഈ ഇക്വറ്റോറിയൽ അവിടെയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അത് കാണാൻ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, സോ E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ. E1നും E2നും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലേ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ E2ന് പകരം E1 തന്നെ കൊടുക്കാം, കാരണം രണ്ടും ഈക്വൽ ആണ്. E2ന് പകരം E1. സോ E1 കോസ് തീറ്റ പ്ലസ് E1 കോസ് തീറ്റ. സോ ഇറ്റ് ബിക്കം 2E1 കോസ് തീറ്റ. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു E1. E1 എവിടെ? E1 അല്ലെങ്കിൽ E2 രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ E1 ഒന്നെങ്കിൽ E1 കൊടുക്കുക അല്ലെങ്കിൽ E2 കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കൊടുത്താൽ. അപ്പോൾ ഇത് കൊടുക്കുക E1 1/4πε0 Q/r² പ്ലസ് a² ഇൻറ്റു കോസ് തീറ്റ. ഇങ്ങനെയാണ് വരുന്നത്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കോസ് തീറ്റ കാണാമല്ലോ. ഈ ട്രയാങ്കിൾ എടുത്താൽ ഇതിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ എടുത്തോ, ഈ ട്രയാങ്കിൾ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് A ആണ്, ബൈ ഹൈപ്പോട്യൂസ് √r² പ്ലസ് a² ആണ്. സോ കോസ് തീറ്റ എന്ന് പറയുന്നത് A/r² പ്ലസ് a² √r² പ്ലസ് a². അതിനെ വേണമെങ്കിൽ ഓൾ റൈസ് ടു 1/2 എന്ന് ഇതെങ്ങനെ. സോ ഇതാണ് കോസ് തീറ്റ. കോസ് തീറ്റ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ബിക്കം 2 ഇൻറ്റു 1/4πε0 Q/r² പ്ലസ് a² ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ അതാണ് A/r² പ്ലസ് a² ഓൾ റൈസ് ടു 1/2. ഓക്കെ, സോ ഈ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഇക്വറ്റോറിയൽ ലൈനിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് വരുന്നത്? 1/4πε0. ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട്, ഇതാ Q ഇൻറ്റു 2A. Q ഇൻറ്റു 2A എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? P, ഡൈപോൾ മൊമെൻറ്റ്. Q ഇൻറ്റു 2A എന്ന് വെച്ചാൽ P ആയിരുന്നു, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആയിരുന്നു. ഡിവൈഡഡ് ബൈ ഇവിടെ r² പ്ലസ് a². ഇവിടെ ഒന്നുമില്ലെങ്കിൽ അർത്ഥം 1. ഇവിടെ ഓൾ റൈസ് ടു 1 വരുന്നുണ്ട്, ഇവിടെ ഓൾ റൈസ് ടു 1/2 വരുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 1 + 1/2 3/2 വരും. സോ r² പ്ലസ് a² ഹോൾ റൈസ് ടു 3/2 വരും. ഇതാണ് ഇക്വറ്റോറിയൽ ലൈനിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇക്വറ്റോറിയൽ ലൈനിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണിത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലേ നമ്മൾ കണ്ടേ. ഈ പോയിന്റ് കുറച്ചുകൂടി അങ്ങോട്ടാണെങ്കിലോ, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടത്. ആ പോയിന്റ് കുറച്ചുകൂടി അങ്ങോട്ടാണെങ്കിലോ, അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ 6. അപ്പോൾ അത് കുറച്ചുകൂടി അങ്ങോട്ടാണെങ്കിൽ 6 കൂടുമല്ലോ. അപ്പോൾ 6 എത്ര വേണമെങ്കിലും കൂടാമല്ലോ. ഈ പോയിന്റ് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് 6 കൂടുമല്ലോ. സോ ലെറ്റ് r very very greater than a. So we can neglect a. So r² ഓൾ, അപ്പോൾ എനെ നെഗ്ലക്ട് ചെയ്യുക, a² നെഗ്ലക്ട് ചെയ്യുക. അപ്പോൾ r² ഓൾ റൈസ് ടു 3/2. അത് ചെയ്താൽ r³ ആവും. സോ ഈ ഇക്വറ്റോറിയൽ എന്താവും? 1/4πε0 P/r³ ആവും. ആക്സിയൽ ലൈനിൽ ഇങ്ങനെയായിരുന്നു, 2P/r³ ആയിരുന്നു. ഇവിടെ 2P/r³ ആയിരുന്നു. ഇക്വറ്റോറിയൽ ലൈനിൽ P/r³. ഇതാണ് ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനി ഇക്വറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഇത് ക്യാൻസൽ ആയതുകൊണ്ട്, ഇത് രണ്ടും ക്യാൻസൽ ആയല്ലോ, വെർട്ടിക്കൽ കമ്പോണ്ട്.
പിന്നെ ഇത് രണ്ടും ആഡ് ചെയ്ത സാധനമല്ലേ ഈക്വറ്റോറിയൽ, രണ്ടും ആഡ് ചെയ്തിട്ടല്ലേ ഈക്വറ്റോറിയൽ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടും ചേർന്നതാണ് ഈക്വറ്റോറിയൽ. അപ്പോൾ ഈക്വറ്റോറിയൽ അങ്ങോട്ടാണ്, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. ഇക്വറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. അവിടെയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്ത സാധനമായിരുന്നല്ലോ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്, അത് അങ്ങോട്ടാണ്. ഇത് നോക്കൂ, ഈ മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്കല്ലേ പിന്റെ ഡയറക്ഷൻ മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ അല്ലേ. എന്നാൽ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണുള്ളത്? ഇക്വറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് പിന്റെ ഡയറക്ഷൻ മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. അപ്പോൾ പിയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനിൽ അപ്പോൾ പി ഇങ്ങോട്ടും ഇക്വറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടും, എന്നാൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ആക്സിയൽ ലൈനിൽ എങ്ങനെയായിരുന്നു? ആക്സിയൽ ലൈനിൽ പിയുടെ അതേ ഡയറക്ഷനിലായിരുന്നു ഇലക്ട്രിക് ഫീൽഡ്, റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇക്വറ്റോറിയൽ ലൈനിൽ പിയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ പിയും ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നാൽ അവർ തമ്മിൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ പിയും ഈ ഇക്വറ്റോറിയലും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, അവർ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം ജസ്റ്റ് പറയാനുള്ളത്, ഡൈപോളിന്റെ ആക്സിയൽ ലൈനിൽ ഫീൽഡ് എത്രയായിരുന്നു? ലാർജ് ഡിസ്റ്റൻസിൽ ആർ വെരി വെരി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ഡൈപോളിന്റെ ആക്സിയൽ ലൈനിൽ ഫീൽഡ് എത്രയാ? ആക്സിയൽ ലൈൻ, ഈ ആക്സിയൽ ലൈനിലുള്ള ഫീൽഡ് 1/4πε0 2p/r³ ആയിരുന്നു ആക്സിയൽ ലൈനിൽ. ഇക്വറ്റോറിയൽ ലൈനിൽ ആർ ഡിസ്റ്റൻസിൽ ഇക്വറ്റോറിയൽ ലൈനിൽ ആർ ഡിസ്റ്റൻസിൽ എത്രയാ? ഈ ഇക്വറ്റോറിയൽ എത്രയാണ്? ഇക്വറ്റോറിയൽ ലൈനിൽ 1/4πε0 p/r³ ആണ് ഇക്വറ്റോറിയൽ ലൈൻ. ഇവിടെ 2p/r³, ഇവിടെ p/r³. അങ്ങനെയാണ് ഇത് രണ്ടും ഡിവൈഡ് ചെയ്താലോ, ഈ ആക്സിയൽ ബൈ ഈ ഇക്വറ്റോറിയൽ എടുത്താലോ, ഈ ആക്സിയൽ ബൈ ഇക്വറ്റോറിയൽ, ഇത് ആർ ഡിസ്റ്റൻസിൽ ആക്സിയൽ ലൈനിലുള്ള ഫീൽഡ്, ഇത് ആർ ഡിസ്റ്റൻസിൽ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഫീൽഡ്. അപ്പോൾ ഇത് രണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരേപോലെയുള്ള p/r³ ഇതെല്ലാം ക്യാൻസൽ ആവും. ബാക്കി ഇത് ബൈ അതെടുക്കുമ്പോൾ ഈ ആക്സിയൽ ബൈ ഇക്വറ്റോറിയൽ എല്ലാം ക്യാൻസൽ ആയി, ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാം ക്യാൻസൽ ആയി പോകും. ബാക്കി 2 ഉണ്ടാവും, ഈ 2 മാത്രമേ ബാക്കി ഉണ്ടാവും, ബാക്കിയെല്ലാം ക്യാൻസൽ ആവും. ദർഫോർ ഈ ആക്സിയൽ എന്ന് പറയുന്നത് 2 × ഈ ഇക്വറ്റോറിയൽ ആയിരിക്കും. ഈ ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ ലൈൻ ഈക്വൽ ടു 2 times ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ. ഓക്കെ, ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം ആണെങ്കിൽ, ഈ ഡിസ്റ്റൻസും ഇതും 6 ആണെങ്കിൽ ആക്സിയൽ ലൈനിലുള്ള ഫീൽഡ് ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഫീൽഡിൻ്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.